നമസ്കാരം. PSC ബുള്ളറ്റിലേക്ക് സ്വാഗതം. 2019-20 കാലഘട്ടത്തിലെ PSC ബുള്ളറ്റിനുകളിൽ നിന്നും തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട 3000 ചോദ്യങ്ങൾ 30 ദിവസം കൊണ്ട് എന്ന കോഴ്സാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കോഴ്സിൻ്റെ 7ാം ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഉപരാഷ്ട്രപതി? ഡോക്ടർ രാധാകൃഷ്ണൻ. ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ട ഭരണഘടകം? സിക്കിം. ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രസിഡന്റ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷം? ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷം 1950. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ച നേതാവ്? സോണിയാഗാന്ധി. ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ? ഹോമി ജഹാംഗീർ ബാബ. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഷിയോനാഥ് പുഴ ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡ്. ഇന്ത്യയിൽ കീഴാളവർഗ പഠനങ്ങൾക്ക് തുടക്കം കുറിച്ചതാര്? രണജിത് ഗുഹ. ജീവിച്ചിരിക്കുമ്പോൾ പരംവീർ ചക്രം ലഭിച്ച ഏക സൈനികൻ? സുബേദാർ മേജർ ബാന സിംഗ്. ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി? ഇംഫാൽ. യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ പ്രസിഡന്റ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രി? നന്ദിനി സത്പതി. 1972 മുതൽ 1976 വരെ. ഇന്ത്യ ഗവൺമെൻറ് 2005 ആരംഭിച്ച ഭാരത് നിർമ്മാൺ പദ്ധതിയുടെ ലക്ഷ്യം? ഗ്രാമവികസനം. ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായ വർഷം? 1959. ബ്രഹ്മോസ് എയറോസ്പേസ് എവിടെയാണ്? തിരുവനന്തപുരം. ഇന്ദിരാഗാന്ധി വധം അന്വേഷിച്ച കമ്മീഷൻ? താക്കർ കമ്മീഷൻ. രാഷ്ട്രപതി സ്ഥാനം വഹിച്ച ശേഷം ഉപരാഷ്ട്രപതിയായത്? ജസ്റ്റിസ് M. ഹിദായത്തുള്ള. നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെയാണ്? ഗണ്ഡക് വാസ്ല. രാജിവെച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി? മൊറാർജി ദേശായി. ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിച്ച സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ? ബ്രഹ്മോസ്. രാജീവ് ഗാന്ധി വധത്തിനു പിന്നാലെ സുരക്ഷാ പാളിച്ചയെക്കുറിച്ച് അന്വേഷിച്ചത്? ജയിൽ കമ്മീഷൻ. രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലം? വീർഭൂമി. എയർഫോഴ്സ് അക്കാദമി എവിടെ സ്ഥിതി ചെയ്യുന്നു? ഹൈദരാബാദിൽ. ഉപപ്രധാനമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി? മൊറാർജി ദേശായി. ഇന്ത്യയിലെ മിസൈൽ വിക്ഷേപണ തറ എവിടെയാണ്? ചാന്ദിപ്പൂർ ഓൺ സീ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് വർഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത്? 1984. 542 സീറ്റിൽ 415 സീറ്റും നേടി. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി മ്യൂസിയം എവിടെയാണ്? ഡെറാഡൂൺ. ആന്ധ്ര സംസ്ഥാനം രൂപവൽക്കരിക്കണമെന്ന ആവശ്യമുന്നയിച്ച് നിരാഹാര സമരം നടത്തി മരണം വരിച്ച വ്യക്തി? പോറ്റി ശ്രീരാമലു. വർഗീയ കലാപം നേരിടാനുള്ള സേന
ദ്രുതകർമ്മസേന. ആന്ധ്രാപ്രദേശിൻ്റെ മുൻ തലസ്ഥാനം കുർണൂൽ. വൈജയന്ത, അർജുൻ തുടങ്ങിയ ടാങ്കുകൾ നിർമ്മിച്ചത് എവിടെയാണ്? ആവടി. ആരുടെ ബഹുമാനാർത്ഥം ന്യൂഡൽഹിയിൽ ആരംഭിച്ചതാണ് മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗമായ ഏക ബിഷപ്പ്? ജോൺ റിച്ചാർഡ്സൺ. ഇന്ത്യയിൽ ടാങ്ക് ഉൽപ്പാദിപ്പിക്കുന്നതെവിടെയാണ്? ആവടി. പൃഥ്വി ഏതുതരം മിസൈലാണ് കരയിൽ നിന്നും കരയിലേക്കുള്ളത്? ആർമി സോൺ ഉൾപ്പെടെ ഇന്ത്യയിലെ പോസ്റ്റൽ സ്റ്റോണുകളുടെ എണ്ണം 9. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി? രാജീവ് ഗാന്ധി. യുദ്ധക്കപ്പലിൽ യാത്ര ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ സർവ്വസൈന്യാധിപൻ? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നതെവിടെയാണ്? നാസിക്. ഇന്ത്യയുടെ ആദ്യത്തെ മെയിൽ ബാറ്റിംഗ് ടാങ്ക്? അർജുൻ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ ഇന്ത്യൻ വനിത? ഝാൻസി റാണി. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന വർഷം? 1959. നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ അപരനാമം? കരിമ്പൂച്ചകൾ. ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ ഗ്രാമങ്ങളിലും ടെലിഫോൺ ലഭ്യമാക്കിയ ജില്ല? ദക്ഷിണ കനാറ. ഏതു സേനയുടെ തലവനാണ് അഡ്മിറൽ? നാവികസേന. ഇന്ത്യ ഗവൺമെൻറ് ജനസംഖ്യാ നയം പ്രഖ്യാപിച്ച വർഷം? 1976. ഏത് രാജ്യമാണ് അഡ്മിറൽ ഗോർഷ്കേവ് എന്ന വിമാനവാഹിനി കപ്പൽ ഇന്ത്യക്ക് കൈമാറുന്നത്? റഷ്യ. രാജീവ് ഗാന്ധി വധത്തിനു പിന്നാലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ? വർമ്മ കമ്മീഷൻ. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തി? ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ DGP? കാഞ്ചൻ ഭട്ടാചാര്യ, ഉത്തരാഖണ്ഡ്. ഇന്ത്യൻ പോലീസ് സർവീസ് ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്ന നഗരം? ഹൈദരാബാദ്. രാജ്യസഭ അധ്യക്ഷനായ ആദ്യ മലയാളി? KR നാരായണൻ. രാഷ്ട്രപതിയായ ആദ്യ മലയാളി? KR നാരായണൻ. രൂപം കൊണ്ട നാൾ മുതൽ മദ്യനിരോധനം നിലവിലുള്ള സംസ്ഥാനം? ഗുജറാത്ത്. ഇടതുപക്ഷത്തിൻ്റെയും BJPയുടെയും പിന്തുണയോടെ ഭരിച്ച പ്രധാനമന്ത്രി? VP സിംഗ്. ഏറ്റവും അവസാനം സ്വതന്ത്ര ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കപ്പെട്ട വിദേശ കോളനി? ഗോവ. ഇതയക്കനി എന്നറിയപ്പെടുന്നത് ജയലളിത. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഫീൽഡ് മാർഷൽ? SHFJ മനോഷ. തമിഴ്നാട്ടിൽ ടാങ്കു നിർമ്മാണശാല എവിടെയാണ്? ആവടി. ഇന്ത്യൻ പാർലമെൻറ്റിൽ 10 തവണ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ച ധനമന്ത്രി? മൊറാർജി ദേശായി. ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ കേന്ദ്രം ആരംഭിച്ച വർഷം? 1959. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെ സ്ഥാപിതമായി? ബാംഗ്ലൂർ. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം?
സച്ചിൻ ടെണ്ടുൽക്കർ. ഉത്തർപ്രദേശിന് പുറത്ത് സംസ്കരിക്കപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. ഉത്തരേന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല അജ്മീർ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്ത് കരസേന തലവനായിരുന്നത് ജനറൽ AS വൈദ്യ. ലാൽ ബഹദൂർ ശാസ്ത്രി അന്ത്യവിശ്രമം കൊള്ളുന്നത് വിജയഘട്ടിൽ. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ ഇപ്പോൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യ ഗേറ്റ്. ഷാനോ വരുണ എന്തിൻ്റെ ആപ്തവാക്യമാണ്? ഇന്ത്യൻ നേവി. ലാഹോർ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത് അടൽ ബിഹാരി വാജ്പേയി. NDA സർക്കാരിൻ്റെയും കോൺഗ്രസിൻ്റെയും പിന്തുണയോടെ പ്രസിഡൻ്റായ വ്യക്തി APJ അബ്ദുൽ കലാം. NCWൻ്റെ പൂർണ്ണരൂപം നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ. മിറാഷ് യുദ്ധവിമാനം ഇന്ത്യക്ക് നൽകുന്ന രാജ്യം ഫ്രാൻസ്. എവിടെ വെച്ചാണ് ഡോക്ടർ അംബേദ്കർ അനുയായികളോടൊപ്പം ബുദ്ധമതം സ്വീകരിച്ചത്? നാഗ്പൂർ. ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. കോളേജ് ഓഫ് ഡിഫൻസ് മാനേജ്മെൻറ്റ് എവിടെയാണ്? സെക്കന്ദരാബാദ്. പ്രധാനമന്ത്രിയുടെ സുരക്ഷ ചുമതലയുള്ള ഏജൻസി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. ഏറ്റവും കൂടുതൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ രാഷ്ട്രപതിയായത് KR നാരായൺ. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ മുങ്ങിക്കപ്പൽ INS ഷൽക്കി. ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിൽ തീഹാർ. ഏതെങ്കിലുമൊരു ഇന്ത്യൻ സംസ്ഥാനത്ത് ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി VP മേനോൻ. ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര ഉപപ്രധാനമന്ത്രി ചരൺ സിംഗ്. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡി. ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച തീയതി 1975 ഏപ്രിൽ 19. ഇന്ത്യയിൽ ആദ്യമായി ആക്ടിംഗ് പ്രസിഡന്റ് പദവി വഹിച്ചത് VV ഗിരി. രാജസ്ഥാൻ കനാൽ ഇപ്പോൾ ആരുടെ പേരിൽ അറിയപ്പെടുന്നു? ഇന്ദിരാഗാന്ധി. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ കവി മൈഥിലി ശരൺ ഗുപ്ത. രാജ്യസഭ ചെയർമാനായ ന്യായാധിപൻ ഹിദായത്തുള്ള. രാജ്യസഭ അംഗമായിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ഇന്ദിരാഗാന്ധി. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഏകീകൃത തിരിച്ചറിയൽ കാർഡും നമ്പറും നൽകുന്ന ആധാർ പദ്ധതി ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര. രാകേഷ് ശർമ്മ ബഹിരാകാശത്തു പോയ പേടകം സൊയൂസ് T-11. രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്തിനാണ് പ്രാധാന്യം നൽകിയത്? വ്യവസായം. ഉത്തർപ്രദേശിൻ്റെ പഴയ പേര് യുണൈറ്റഡ് പ്രൊവിൻസ്.